ശബരിമല സ്വർണ്ണ കവർച്ച കേസിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി നേരത്തെയും ശബരിമലയിൽ സ്പോൺസറായതായി റിപ്പോർട്ട്. സന്നിധാനത്തെ മണിമണ്ഡപത്തിലെ തൂണുകളും മണികളുമാണ് പോറ്റി 2017 പുനർനിർമ്മിച്ചത്. അഡ്വക്കേറ്റ് കമ്മീഷണർ ഹൈക്കോടതിക്ക് നൽകിയ റിപ്പോർട്ടിലാണ് ഇത് സംബന്ധിച്ച വിവരം. അതേസമയം ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുപോയി തിരികെ എത്തിച്ച കട്ടിള ദ്വാരപാല പാളികളിലെ സ്വർണ്ണത്തൂക്കത്തിൽ കുറവ് വന്നതായി കണ്ടെത്തി. ശബരിമല സന്നിധാനത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റി വർഷങ്ങൾക്ക് മുമ്പ് സ്വാധീനമുറപ്പിച്ചതായാണ് വിവരം. നേരത്തെയും ഉണ്ണികൃഷ്ണൻ പോറ്റി സന്നിധാനത്ത് സ്പോൺസറുടെ വേഷത്തിലെത്തിയിട്ടുണ്ട്. 2017 മണിമണ്ഡപം പുതുക്കിപ്പണിയുന്നതിന് തന്നെ സ്പോൺസറാക്കണമെന്നാവശ്യപ്പെട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി കത്ത് നൽകി. 18ാം പടിക്ക് സമീപത്തെ മണിമണ്ഡപത്തിലെ തൂണുകളും മണികളുമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി പുതുക്കിപ്പണിതത്. തമിഴ്നാട്ടിലെ 2 വ്യവസായികളിൽ നിന്ന് പണം ശേഖരിച്ചുകൊണ്ടാണ് പുനർനിർമ്മാണം നടത്തിയതെന്നാണ് കണ്ടെത്തൽ. അഡ്വക്കേറ്റ് കമ്മീഷണർ ഹൈക്കോടതി സമർപ്പിച്ച റിപ്പോർട്ടിലാണ് ഗുരുതര കണ്ടെത്തൽ. സ്പോൺസർ കോർഡിനേറ്ററായി എത്തിച്ചത് പരിമല അനന്തനാചാരിയാണ്. പുനർനിർമ്മാണത്തിനായി ഉണ്ണികൃഷ്ണൻ പോറ്റി പണം ചെലവഴിച്ചില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ദ്വാരപാലക ശില്പങ്ങളുടെയും കട്ടിളപ്പാളികളുടെയും സ്പോൺസറാകുന്നതിന് മുമ്പാണ് ഇത്. അതേസമയം ശബരിമലയിലെ കട്ടിളപ്പാളികളിൽ നിന്നും ദ്വാരപാലക ശില്പങ്ങളിൽ നിന്നുമുള്ള സ്വർണ്ണത്തിൽ കുറവ് വന്നതായി കണ്ടെത്തൽ. VSS നടത്തിയ ശാസ്ത്രീയ പരിശോധനയാണ് കണ്ടെത്തൽ. റിപ്പോർട്ട് SIT നാളെ കോടതിയിൽ സമർപ്പിക്കും. ജനം, തിരുവനന്തപുരം.